നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായ ഹൈറിച്ച് അടച്ചുപൂട്ടിയിട്ട് ഒരു വർഷമാവുകയാണ്. ഈ സന്ദർഭത്തിൽ ഹൈറിച്ച് നടത്തിയ തട്ടിപ്പ്, അതുപോലെ കഴിഞ്ഞ ഒരു വർഷമായി നടക്കുന്ന നിയമ നടപടികൾ, വഞ്ചിക്കപ്പെട്ട നിക്ഷേപകരുടെ അവസ്ഥ എന്നിവയൊക്കെ ഒന്ന് പരിശോധിക്കാം. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന തൃശൂർ ആസ്ഥാനമാക്കിയുള്ള തട്ടിപ്പ് കമ്പനിയാണ് നിയമത്തിലെ പഴുതുകളും ഒപ്പം തന്നെ ആളുകളുടെ ആഗ്രഹങ്ങളെയും ഒക്കെ മുതലെടുത്തുകൊണ്ട് ശതകോടികളുടെ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തെ ഒരു ഓൺലൈൻ പലചരക്ക് റീറ്റെയിൽ പ്ലാറ്റ്ഫോമായാണ് ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. കൊല്ലാട്ട് ദാസൻ പ്രതാപന്റെയും ഭാര്യ ശ്രീന പ്രതാപന്റെയും നേതൃത്വത്തിലുള്ള കമ്പനി നിക്ഷേപകർക്ക് വലിയ റിട്ടേൺ ആണ് വാഗ്ദാനം ചെയ്തത്. അഡ്വാൻസ് പർച്ചേസ് കൂപ്പണുകൾ, ലാഭവിഹിതം, ഹൈറിച്ച് സൂപ്പർ മാർക്കറ്റ് എന്നിങ്ങനെയൊക്കെ പറയുമെങ്കിലും സംഭവം ഒന്നാം തരം പോൺസി സ്കീമായിരുന്നു. അതായത് മണി ചെയിൻ. പുതുതായി വരുന്ന നിക്ഷേപകരുടെ പണമെടുത്ത് മുൻ നിക്ഷേപകർക്ക് റിട്ടേൺ നൽകാൻ ഉപയോഗിക്കുകയാണ് ചെയ്തത്. എല്ലാ ഞായറാഴ്ചയും ഈ രീതിയിൽ ലാഭവിഹിതം വന്നതോടെ ഒരു ലാഭകരമായ ബിസിനസ് നടക്കുകയാണ് എന്ന ഒരു തോന്നൽ നിക്ഷേപകരിൽ ഉണ്ടാക്കാൻ കമ്പനിക്ക് സാധിച്ചു. പലചരക്ക് ചില്ലറ വ്യാപാരം മുതൽ OTT പ്ലാറ്റ്ഫോം ഉൾപ്പെടെ വിവിധ സ്കീമുകളിലൂടെ ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്ത് ഹൈറിച്ച് നിക്ഷേപകരെ ആകർഷിച്ചു. ഗണ്യമായ ലാഭം നൽകുന്ന പദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്നതായി അവകാശപ്പെട്ടു. ആദ്യകാലത്ത് അംഗങ്ങളായവർ ലീഡർമാരായി അവരുടെ കീഴിൽ ഗ്രൂപ്പുകൾ രൂപപ്പെടുത്തിയെടുത്തു. ഒരു പിരമിഡ് ഘടന സൃഷ്ടിച്ചുകൊണ്ട് കൂടുതൽ അംഗങ്ങളെ ചേർക്കാൻ നിക്ഷേപകരെ പ്രോത്സാഹിപ്പിച്ചു. ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലല്ല, മറിച്ച് നിക്ഷേപകരുടെ ശൃംഖല വികസിപ്പിക്കുന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഒപ്പം തന്നെ ലീഡർമാരുടെ ആഡംബര ജീവിതവും അവരുടെ ജീവിതശൈലി മാറ്റങ്ങളും ഒക്കെ കാണിച്ച് സാധാരണക്കാരനെ വല്ലാതെ അങ്ങ് മോഹിപ്പിച്ചു. പുതിയ നിക്ഷേപകർ ചേർന്നുകൊണ്ടിരിക്കുന്നിടത്തോളം നേരത്തെ ഉള്ള നിക്ഷേപകർക്ക് വാഗ്ദാനം ചെയ്ത വരുമാനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു ക്ലാസിക് പോൺസി സ്കീം മോഡൽ വിജയകരമായി നടപ്പാക്കാൻ ഹൈറിച്ചിന് ഒരു വർഷം മുൻപ് വരെ സാധിച്ചു. റിട്ടയർഡ് ബാങ്ക് മാനേജർ പോലും ഇതിൽ കോടികൾ നിക്ഷേപിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത്തരം തട്ടിപ്പുകളോടുള്ള മലയാളിയുടെ ഒരു അവബോധം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഹൈറിച്ച് പൊതുജനങ്ങളിൽ നിന്ന് 3141 കോടി രൂപയിലധികം പിരിച്ചെടുത്തതായാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. തട്ടിപ്പിന്റെ വ്യാപ്തി ഇതിലും കൂടുമെന്നാണ് അന്വേഷണ സംഘങ്ങളെല്ലാം നൽകുന്ന സൂചനകൾ. കമ്പനി അന്തർ സംസ്ഥാന സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ചില ക്രിപ്റ്റോ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറ്റ് അന്വേഷണ ഏജൻസികളും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഇത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇടത്തരവും ഒപ്പം വളരെ താഴ്ന്ന വരുമാനക്കാരുമായ ആയിരക്കണക്കിന് നിക്ഷേപകർക്ക് അവരുടെ കഠിനാധ്വാനം ചെയ്ത പണം നഷ്ടപ്പെട്ടു എന്നതാണ് വസ്തുത. പല ചെറിയ ഗ്രാമങ്ങളിൽ നിന്നും 1 കോടി രൂപ വരെ ഹൈറിച്ചിൽ നിക്ഷേപം നടത്തിയിരുന്നു. ഹൈറിച്ചിനും അതിന്റെ പ്രൊമോട്ടർമാർക്കും ലീഡർമാർക്കും എതിരായ നടപടികൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. ഹൈറിച്ചിന്റെയും ഒപ്പം അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകാരുടെയും സ്വത്തുക്കളൊക്കെ മരവിപ്പിച്ചിട്ടുണ്ട്. നിയമ നടപടികൾക്കൊടുവിൽ പണം എപ്പോൾ തിരികെ കിട്ടും എന്ന ആശങ്കയിലാണ് ഈ കുടുംബങ്ങൾ കഴിയുന്നത്. 2019 അനിയന്ത്രിത നിക്ഷേപ പദ്ധതികൾ നിരോധിക്കുന്നതിനുള്ള ബഡ്സ് നിയമപ്രകാരമാണ് ഹൈറിച്ചിനെതിരായ FIRകൾ രജിസ്റ്റർ ചെയ്തത്. നിയമവിരുദ്ധമായി നിക്ഷേപം നടത്തുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ലേലം ചെയ്യാനും നിക്ഷേപകർക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ പണം വിതരണം ചെയ്യാനും സർക്കാർ നിയമിച്ച കോമ്പറ്റന്റ് അതോറിറ്റിക്ക് ഈ നിയമം അധികാരം നൽകുന്നു. എങ്കിൽ പോലും ഇരകളായവർ ദീർഘകാലം കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നു. ഹൈറിച്ച് അടച്ചുപൂട്ടി ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും കമ്പനി നാളെ തിരിച്ചു വരുമെന്നും അടുത്ത ചൊവ്വാഴ്ച മടങ്ങി വരുമെന്നും ഒക്കെ പറഞ്ഞ് നിക്ഷേപകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രൊമോട്ടർമാർ ജയിലിലാവുകയും പല ലീഡർമാർ മുങ്ങുകയും ചെയ്തിട്ട് പോലും നാളെ കോടതി വിധി പറയുമെന്നൊക്കെ പറഞ്ഞ് ചില യൂട്യൂബർമാർ ഈ പാവങ്ങളെ പറ്റിക്കുന്നത് തുടർന്നു. ആരും പരാതി നൽകരുതെന്ന് ക്യാമ്പയിൻ ചെയ്തു. അതിന് നേതൃത്വം കൊടുത്ത പലരും ഇപ്പോൾ മറ്റു പല സമാന കമ്പനികളുടെയും പ്രൊമോട്ടർമാരായും ഏജന്റുമാരായും ഒക്കെയായി നടക്കുന്നു എന്നതാണ് ഏറെ കൗതുകകരമായ കാര്യം. ഹൈറിച്ച് തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് കണ്ട ആമസോണും നെറ്റ്ഫ്ലിക്സും എല്ലാം ചേർന്ന് ഗൂഢാലോചന നടത്തിയതാണെന്നും പാവപ്പെട്ടവരെല്ലാം കോടീശ്വരന്മാരാകുമെന്ന് ഭയന്ന രാഷ്ട്രീയ നേതൃത്വം അട്ടിമറി നടത്തിയതാണെന്നൊക്കെ വിശ്വസിക്കുന്ന കുറെ അടിമകൾ അല്ലെങ്കിൽ ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ കൗതുകം. അവർ ഇപ്പോഴും ജയ് ഹൈറിച്ച് എന്ന് വിളിക്കുകയാണ്.
പ്രതിവാരം ലാഭം കൊടുത്തിരുന്ന കമ്പനി നഷ്ടത്തിലാണ് എന്ന രേഖകൾ പുറത്തു വന്നിട്ട് പോലും ഇത്തരക്കാർ ജൈവിളികൾ തുടരുകയാണ് എന്നതാണ് കൗതുകം. സത്യത്തിൽ തട്ടിപ്പ് നടത്താൻ പല ഉഡായിപ്പ് കമ്പനികൾക്കും പ്രചോദനം നൽകുന്നത് ഇത്തരക്കാരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ വലിയ തുകകൾ നിക്ഷേപിച്ച സാധാരണക്കാരുടെയൊക്കെ അവസ്ഥ വളരെ കഷ്ടമാണ്. ചികിത്സകൾ മുടങ്ങിയവരും വീട് പണി നിന്നുപോയവരും ഈ വീട്ടിൽ മക്കളുടെയൊക്കെ വിവാഹം നടത്താൻ കഴിയാതെ പോയവരും ഒക്കെ ഉണ്ട്. സഹകരണ ബാങ്കിൽ നിന്നും മറ്റും ലോൺ എടുത്ത് ഹൈറിച്ചിൽ നിക്ഷേപിച്ച അതിബുദ്ധിമാന്മാർ ഒക്കെ ഇപ്പോൾ ഈ ലോൺ തിരിച്ചടവ് മുടങ്ങിയിരിപ്പാണ്. പലർക്കും നാണക്കേട് കൊണ്ട് പുറത്തു പറയാനോ പോയി കേസ് കൊടുക്കാനോ പറ്റുന്നില്ല. പാവപ്പെട്ട ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കോടീശ്വരന്മാരാക്കാൻ ഇടതും വലതും ചേർത്തവരൊക്കെ അവരെ കാണാതെ മുങ്ങി നടക്കുകയാണ്. പലരും കടമെടുത്തും സ്വന്തം വാഹനം വിറ്റും പണം തിരികെ നൽകിയിട്ടുമുണ്ട്. ഇത്രയൊക്കെ നടന്നിട്ടും തേക്ക്, ആട്, മാഞ്ചിയം മുതൽ ഹൈറിച്ച് വരെ നീണ്ടുകിടക്കുന്ന തട്ടിപ്പുകൾ നേരിട്ട് അനുഭവിച്ചിട്ടും മലയാളി പഠിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ലുട്ടാപ്പിയുടെ കുന്തം, അലാവുദ്ദീന്റെ മാന്ത്രിക വിളക്ക്, മായാവിയുടെ മാന്ത്രിക വടി തുടങ്ങിയ സാധനങ്ങൾ വാങ്ങാൻ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ഓൺലൈൻ തട്ടിപ്പുകൾക്കിരയാകുന്നത് ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും പോലെ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ തന്നെയാണ്. എന്തായാലും ഹൈറിച്ച് തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ട എല്ലാവർക്കും അത് തിരികെ ലഭിക്കട്ടെ. ഒപ്പം ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ പിടിയിൽപ്പെടാതെ മാറി നിൽക്കാനുള്ള അവബോധവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.